ശൈലേഷേ വാക്മാനൊക്കെ പണ്ടല്ലായിരുന്നു, ഇപ്പൊ എല്ലാരും മൊബൈലല്ലേ യൂസ് ചെയ്യുന്നത്. ഓ മാൻ അതല്ല, എന്തിനാ എന്നെ ഫോളോ ചെയ്തേ? ഇഫ് തിങ് എനി പ്രോബ്ലം? അല്ല, ചുമ്മാ ഒറ്റയ്ക്ക് നടക്കുന്ന കണ്ടപ്പോ കൂടെ നടക്കാന്ന് വിചാരിച്ചു. ഓക്കെ കം വിത്ത് മീ. അയ്യോ വെലോസിറ്റി കുറ. അതൊക്കെ പോകാൻ പറഞ്ഞാൽ മതിയാടാ, മനസ്സിലാവും. വാട്ട് പ്രോഗ്രാം ഹിയർ? എന്നാ എന്തോ ഇവിടെ പരിപാടി? നോ ഗുഡ് മോർണിംഗ് പ്ലീസ്. നിന്റെ കൂടെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാലേ ജാസ്മിൻ ഫ്ലവർ ഒക്കെ ആവാമല്ലോ. വാട്ട് ജാസ്മിൻ ഫ്ലവർ? മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും, ആ കല്ലിനും ഉണ്ടാവല്ലോ സൗരഭ്യം. ഓ ഐ വിൽ ഹിറ്റ് വിത്ത് ദാറ്റ് സ്റ്റോൺസ് യു. ആ കല്ല് വെച്ച് എന്റെ തലയല്ലി പറിക്കുന്നു. മാറിക്കടാ. ഹലോ, എക്സ്ക്യൂസ് മീ, ഇന്നല്ലേ അസൈൻമെന്റ് വെക്കേണ്ടത്? ആ അസൈൻമെന്റ് ഇങ്ങോട്ടും തരുമോ? ഒന്ന് എഴുതാനായിരുന്നു. നോ അസൈൻമെന്റ്, നോ ഗുഡ് മോർണിംഗ് പ്ലീസ്. ഓക്കെ ഓക്കെ, വെള്ളം കിട്ടാതെ ചാവടാ പട്ടി. ഇന്നൊരു ദിവസത്തെ എന്നെ ഇവിടെ ഇരുത്തോ. ലിറ്റിൽ കോപ്പി ലിറ്റിൽ ഹെൽപ്പ്. ഓക്കെ, താനൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ വില ഇടിയോ? അതല്ലയോ ഷെയർ മാർക്കറ്റില്ലേ വില ഇടി. എനിത്തിങ് ടോക്ക്? മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ന്യൂട്ടന്റെ രണ്ടാം ചരമ നിയമം. അല്ല, ചലന നിയമം. Sir, everybody continues in the state of rest of uniform motion unless and unbalanced force acting on it. F is equal to ma. അപ്പൊ കഴിഞ്ഞോ? Yeah. വല്ല ട്യൂഷനിലും പോയി പഠിച്ചിട്ട് വന്നിരുന്ന് ആദ്യം അങ്ങ് വിളമ്പിക്കോളും ഓരോരുത്തന്മാര് ഷോ കാണിക്കാൻ വേണ്ടി. എന്നാ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം പറയടാ. അത് ട്യൂഷനിൽ സെർവ് ചെയ്തില്ല. എന്തോന്ന്? സാറല്ലേ പറഞ്ഞ വിളമ്പാന്, അത് ട്യൂഷന് വിളമ്പിയില്ല. 4, 5, 6 ഒക്കെ പഠിപ്പിക്കും സാറേ, ഇവനെ ഒന്നും നോക്കണ്ട. അത് അങ്ങനെ ഒരു മൊണ്ണ. എടാ മൊണ്ണ 3 വരെ ഉള്ളൂ. ഒരു 10-15 എണ്ണം ഉണ്ടാക്കരുതായിരുന്നു. എന്തിനാ നിർത്തിയത്? ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി. എവിടുന്ന ഇംഗ്ലീഷ് നോട്ടി അമേരിക്ക? ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാ എണ്ണത്തിനെ പറഞ്ഞിട്ട് കഴിഞ്ഞോ? അന്നാ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്ന് പറഞ്ഞേ. നീ ഇവിടെ ഇരി, പറയടാ. സംതിങ് കമ്മിങ്. സാർ മേ കമ്മിങ്. മൂന്നാമത്തെ പീരീഡാ സാറേ. ഞാൻ പുതിയതായാലും പഴയതായാലും ഇപ്പഴാണ് കയറി വരുന്നത്. അവിടെ കാണാൻ തിരക്കി പഴയതാക്കിയിട്ട് കേറും. സാറേ ഞാൻ പുതിയ അഡ്മിഷനാ. സാറിന് ക്ലാസ്സിലുള്ള പിള്ളേരെ പോലും അറിയത്തില്ല. ഇല്ലയോ? ആ കേറ്. പോർഷനൊക്കെ പകുതിയായി, കേറി ഇരി. എന്നാലും നമ്മുടെ ചെയർമാനെ സമ്മതിക്കണം സാറേ. 4 പേരെ വെച്ച് സ്കൂൾ നടത്തുന്നില്ല, അത് തന്നെ. റെഡ് അലേർട്ട്. അടിയാണെന്ന് ചാൻസ് കൂടുതലാ. എന്താ പേര്? ദാനശീല. ഓ, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുമായിരിക്കും അല്ലയോ? അങ്ങനെയില്ല, പക്ഷെ എല്ലാരും അങ്ങനെ പറയാറ്. Sir, ഇന്നാണ് എക്സാം ഇടാന്ന് പറഞ്ഞത്. ടുഡേ ഇസ് ദ എക്സാം പേപ്പർ. ഐ ആം സ്റ്റഡിയിങ്. കാണിച്ചു തരാം. അപ്പൊ എല്ലാരും പേപ്പർ എടുത്തേ, ക്വസ്റ്റ്യൻസ് പറയാം. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ഇവരൊക്കെ തോറ്റുപോയവരാ. പക്ഷെ എനിക്ക് തോക്കാനേ മനസ്സില്ല. എന്തോ നടഞ്ഞോണ്ടിരിക്കുക. ബുക്ക് പേപ്പർ വല്ല എടുത്തെഴുത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. Sir, it's over. എടാ ഇനി ഉണ്ടോ 10-15 മിനിറ്റ്? Not enough time. Ready, sir? ഓ മാൻ, ഗ്രേറ്റ് മാൻ. ഇരി. നിനക്ക് പെടുക്കാനുണ്ടല്ലോ, സോനി ഇല്ലാത്ത അവസ്ഥ ഞാൻ ഉണ്ടാക്കി തരും. അപ്പൊ ടൈം കഴിഞ്ഞ് പേപ്പർ എടുത്തേ. ഇങ്ങനത്തെ എന്തോ നോക്കുക. സ്കൂളിൽ ട്രിപ്പ് ആയിട്ടുണ്ട്. കേരളം മാത്രമല്ല പോകുന്നത്, ബാംഗ്ലൂർ പോകുന്നുണ്ട്. എന്നെ വന്നില്ല. ഞാനൊരു ട്രിപ്പാണ് ഉദ്ദേശിച്ച് ചെയ്യുന്നത്. അപ്പോൾ പോയി ഞാനിപ്പോൾ ആരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴത്തേനും പേര് തരണം. വീട്ടിലൊക്കെ ചോദിച്ചു തന്നെ കേട്ടോ. എന്തിനെ പറ്റിയായിരുന്നു പുള്ളി പറഞ്ഞേ? I will take the mountain elephant biscuit. എടാ പുള്ളി എന്തോ പറഞ്ഞെന്ന് വെച്ചാല് നമ്മുടെ സ്കൂളിലെ ടൂറ് റെഡി ആയിട്ടുണ്ട്. 4 ദിവസത്തെ ബാംഗ്ലൂര്, ചെന്നൈ, വണ്ടർല. അല്ല, നിനക്ക് മനസ്സിലായി? 10-16 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയല്ലേ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മനസ്സിലായി. No, മുത്താച്ചൻ. You right. അപ്പൊ പേപ്പർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അക്ഷയ് 25-24. ദാനശീല 22.
കഴിഞ്ഞ പരീക്ഷയ്ക്ക് 1 മാർക്ക്, ഈ വട്ടം 22 മാർക്ക്. എങ്ങനെ ഒപ്പിച്ച്? സാറേ ഞാൻ ഇപ്പൊ ഫുൾ ടൈം പഠിത്തോ. നിന്റെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നതാ. നോ 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 25 കിട്ടാൻ പോകുന്ന ആളല്ലേ ഞാൻ. അപ്പം എന്റെ ഒരു ആനന്ദാശ്രം. ശൈലേഷ് 15, പഠിച്ച് താഴോട്ടല്ലയോ. രാഹുല് 19. മെച്ചോണ്ട് കേട്ടോ. നിന്നോട് ഞാൻ കോപ്പി ചോദിച്ചപ്പോ നീ സുന്നി പൊക്കി കാണും. അവനോട് കോപ്പി ചോദിച്ചപ്പോൾ അവൻ കോപ്പി തന്നു കേട്ടാ. നമ്മൾ ഇന്നലെ വന്ന ഒരുത്തനെ അല്ല ഇവിടെ സപ്പോർട്ട് ചെയ്യേണ്ടത്. വർഷങ്ങളായി നിന്റെ കൂടെ ഇരിക്കുന്ന ആളെയാണ് നീ സപ്പോർട്ട് ചെയ്യേണ്ടത്. അവൻ കാരണമാണ് എനിക്ക് 19 മാർക്ക് കിട്ടി. നെക്സ്റ്റ് ടൈം നിനക്ക് ഞാൻ 20 മേടിച്ച് തരാം. 20 നിനക്ക് എത്ര കിട്ടുന്ന? 25. എനിക്കൊരു 24 എങ്കിലും വേണം. ഓക്കെ ഓക്കെ. പിന്നെ എനിക്കൊരു 100. അല്ല നിന്റെ അച്ഛൻ എവിടെ ജോലി? അച്ഛൻ കളക്ടറേറ്റില്. എന്നാ 2000 റുപ്പീസ്. ഓക്കെ ഡീൽ ഡൺ. അല്ല ഹൗ ക്യാൻ യു ഹെൽപ്പ് യു മീ? ഐ ആം ഹെൽപ്പർ വെയിറ്റിംഗ്. അതെ, സ്റ്റാഫ് റൂമിലൊക്കെ നിന്നെ പറ്റി മാത്രമോ സംസാരം? വന്നപ്പോഴേ ഇങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അധികം ഒന്നും സൂചിപ്പിക്കണ്ട. എന്തോ കാര്യം ചെയ്തോ. അല്ല, മോഡലൊക്കെ എടുത്തു വരുവാ. അപ്പൊ നമ്മൾ തമ്മിലുള്ള സഹകരണ സംഘം ഒന്നും വിപുലീകരിക്കണം. അതുകൊണ്ട് നോക്കട്ടെ. ഒന്നുമല്ല. ഹലോ, ഇത് പ്രിൻസിപ്പാൾ സാറല്ലേ? ഇത് ഒരു അലോഷ്യസ് കോളാണ്. അലോഷ്യസ് തന്നു? അലോഷ്യസ് അല്ല സാറേ, രാഹുൽ. രാഹുൽ എടാ നീ ഫോൺ കൊണ്ടുവന്നോളാ. അയ്യോ സാറേ, ഞാൻ ഫോൺ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ വീട്ടിൽ ഇരുന്ന് വിളിക്കാം. ഇന്ന് 10 ബിയിൽ വെച്ച് നടക്ക. എടാ മോനെ മോഡൽ എക്സാം. മോഡൽ എക്സാം. This is my bench. I am the class topper. അതെ, കുഴപ്പമില്ല. ഇന്ന് അവൻ ഒരു ദിവസത്തേക്ക് അവിടെ ഇരിക്കട്ടെ. നീ ബാക്കിലോട്ട് വന്നിരിക്കേ. നീ പോടാ. I am the പഠിപ്പി of the class. My bench is this. നിങ്ങൾ ഇരുന്നോ അവിടെ? കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. എന്റെ 24 മാർക്ക്. ആ സാരമില്ല, അവിടെ പോയിരിക്കോ. അവിടെ കൂടെ പോയിരിക്കോ. ഒന്നുമില്ല സാറേ. സാറേ ഒരു മിനിറ്റ്, എക്സാം നടത്തുന്നതിന് ഒരു ചേർത്തുണ്ട്. സാറേ അപ്പുറത്ത് പോയിട്ടോ. എടാ പോടാ, ബെഞ്ച് മാർ. എടാ കൂടുതൽ തിരക്കായിരിക്കും. ഫ്രണ്ട് ബെഞ്ചിനടി ഒരു തീപ്പൊരി കോപ്പികൾ ഇരിപ്പുണ്ട് സാറേ. സാറേ ബാക്കിയുള്ള എക്സാം നടത്ത്. ഇവരെ രണ്ടുപേരെ ഞാൻ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോകാം. മൈ ഫസ്റ്റ് സാർ ക്വസ്റ്റ്യൻ.